എടി പോവല്ലേടി, എടി നില്ലടി, നീ എന്തിനു പോണത്? ഞാൻ ഒരു 150 രൂപ ചോദിച്ചോണ്ടാണ്. 150 ചോദിക്കുന്നത് തെറ്റാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നിനക്ക് ഈ മുടി കട്ട് ചെയ്യാനും ബ്യൂട്ടി പാർലറിൽ പോകാനും നിനക്ക് പൈസ ഉണ്ടല്ലോ. എനിക്കൊരു 150 രൂപ എന്തുകൊണ്ട് തരാനില്ലെന്ന് പറയുമ്പോൾ നീ ഇതിന് പിണങ്ങി പോകേണ്ട കാര്യം എന്ത്? ഓ, എല്ലാം കൊണ്ട് ഞാൻ മടുത്ത്. പ്രേമിച്ചോണ്ട് വന്നപ്പോ എന്തരായിരുന്നു. ആദ്യം പറഞ്ഞത് ഒരു ബൈക്കില്, രണ്ടാമത് വേറൊരു ബൈക്കില്, പുതിയ ഷർട്ട്, പുതിയ മൊബൈൽ, ഇതെല്ലാം കൊണ്ടുവന്നു. 3 വർഷമായി ഞാൻ നിങ്ങളോട് വന്നിട്ട്. നിങ്ങൾ കുനിഞ്ഞിട്ടൊരു കുപ്പ എടുത്തിട്ടുണ്ടാ? ഇല്ല. തിന്നുക, തൂറുക, വേണമെങ്കിൽ കിടന്ന് ഉറങ്ങും. ഇനി എനിക്ക് വയ്യ. എടി ഇതൊരു പ്രപഞ്ച സത്യമാണ്. യാതെങ്കിലും മനുഷ്യ തിന്ന് കക്കൂസി പാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടാ? എടി തിന്നാ ക്ഷീണമുണ്ടോ? നീ കേട്ടിട്ടില്ലേ ഉണ്ടാ ക്ഷീണം ഇയാളെ തെണ്ടിക്കൊണ്ടാവുന്നു? അതൊരു കുറ്റമാണ്. നാളെ മുതൽ ഞാൻ ജോലിക്കോ. നീ വീട്ടിൽ കയറി, വീട്ടിൽ പോകാം. എടി 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 പോവല്ലേടി, എടി പ്ലീസ്. ഞാൻ പോവൂലായിരുന്നു. പക്ഷെ നിങ്ങളെ ഈ മുടിഞ്ഞ വളിയിടക്കം കണ്ടല്ലേ, ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പോണത്. എന്തല്ലേ പ്രശ്നം? ഒന്നും പറയണ ഉരുളക്കിഴങ്ങ് ചെയ്യുന്ന മേളോട്ട് ഞാൻ വെക്കുമ്പോ ഇതിപ്പോ താഴെ കൂടെ പോണേ ഒരു കുറ്റവും പറഞ്ഞുകൊണ്ട് അവള് പോണെന്നേ. ഇതൊക്കെ മനുഷ്യ സഹജമല്ല അളിയാ. അവള് പോണെങ്കിൽ പോണല്ലേ, നമുക്ക് വേറെ സെറ്റ് ചെയ്യാം. എടാ നിനക്കങ്ങനെ പറയാം. അവക്ക് ഇപ്പൊ സർക്കാർ ജോലിയുണ്ട്. അത് പോയിട്ട് അവള് പോയി ആർക്ക് നഷ്ടം? ആർക്ക്? എനിക്ക്. അവക്കൊരു നഷ്ടമല്ല. അവക്ക് വിധവ പെൻഷൻ കിട്ടും. എനിക്കെന്തൊരു തേങ്ങ കിട്ടൂടാ.